ഹായ് ഓൾ, നമ്മൾ ചെയ്യുന്നത് ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. എന്തായാലും ഈസ്റ്ററൊക്കെ വരികയല്ലേ, അപ്പോൾ നമുക്കൊരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോയുടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റിൽ കൂടുതൽ വേണ്ട, കറിക്കൊരു മധുരം വരും, അതുകൊണ്ട് ഒരു ക്യാരറ്റ് എടുക്കാം. പിന്നെ 2 മീഡിയം സൈസിലുള്ള സവാള നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 10 കാഷ്നട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയുടെ 2 പാൽ. 2 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില, മല്ലിയില, ഒരു 6 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. മല്ലിയില ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ എടുക്കുന്നുണ്ട്. ഇനി ഒരു കടായി എടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. സ്പൈസസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. സ്പൈസസ് എല്ലാം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളതിലേക്ക് ഇടുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കണം. പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കുക. സവാള ബ്രൗൺ കളർ ആവേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി. സവാളയിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പെപ്പർ പൗഡർ കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കുറവ് ഗരം മസാല എടുത്താൽ മതിയാവും. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് നമ്മൾ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒരു 5 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ കുറച്ച് കസ്തൂരി മേത്തി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് വേണമെന്നില്ല, ഓപ്ഷണലാണ്. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കിഴങ്ങും ചിക്കനിലേക്ക് ഇടണം. ക്യാരറ്റും കിഴങ്ങും ഒക്കെ നമ്മൾ ചിക്കനിൽ കിടന്ന് നന്നായിട്ട് വേവണം. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ അത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി ഇത് മൂടി തുറന്ന് നോക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 പാലാണ്. 2 പാലോട് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 10-15 മിനിറ്റോളം മൂടി വെച്ച് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റോളം ആയി. നമുക്കിതിനെല്ലാം ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ദെൻ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന കാഷ്നട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാഷ്നട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കറി നന്നായിട്ട് കുറി വരും. ഇനി നമുക്കൊരു 10 മിനിറ്റോടെ ഇത് മൂടി വെച്ച് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഈ സമയത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. മല്ലിയില ടേസ്റ്റ് ഇഷ്ടമുള്ളത്രക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. നമുക്കെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് തിളയ്ക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയായിരിക്കും.
നമ്മുടെ കറി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നെയ്യിൽ കുറച്ച് ഉണക്കമുന്തിരിയും കുറച്ച് ബേ ലീഫും കൂടെ സോട്ട് ചെയ്തിട്ട് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഈസ്റ്ററിന് ഈ ചിക്കൻ സ്റ്റൂവിന് ട്രൈ ചെയ്ത് നോക്കുക.